നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 20 പേർ അവയവക്കടത്തിനിരയായെന്ന് അറസ്റ്റിലായ ഏജന്റ് സബിത്ത് നാസറിന്റെ മൊഴി. ഇതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ്. 19 പേർ ഉത്തരേന്ത്യക്കാരാണ്. പാലക്കാട് സ്വദേശിയുടെ പരാതിയാണ് ഏജന്റിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. അവയവക്കടത്തിനായി ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോയതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഗൾഫിൽ വീട്ടുജോലിക്ക് എന്ന പേരിലാണ് ഇവരെ കൊണ്ടുപോയത്. കേസിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് സാബിത്തിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? വേണു, ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി സാബിത്തിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇറാനിലെ ഒരു ആശുപത്രിയിലേക്ക് 20 പേരെ വൃക്കദാനം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് കടത്തി എന്നുള്ളതാണ്. അതിൽ 19 ഉത്തരേന്ത്യക്കാരും ഒരു മലയാളിയുമുണ്ട്. പാലക്കാട് സ്വദേശിയാണ് ഇയാളെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. നിലവിൽ സാബിത്തിനെ വൈദ്യപരിശോധനയ്ക്കായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഈ കേസുമായി ബന്ധപ്പെട്ട് സാബിത്തിന്റെ ഒരു കൂട്ടാളിയെ കൂടി കൊച്ചിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. ഈ കൂടുതൽ പേർക്ക് ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇരകളാക്കപ്പെട്ട ആളുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ പോലീസിനെ അപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത് ആരും ഒരു പരസ്യ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പാലക്കാട് സ്വദേശിയുടെ പരാതി മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ പരാതികൾ വന്നാൽ മാത്രമേ കേസ് കുറച്ചുകൂടി ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് ആകുകയുള്ളൂ. പരമാവധി തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുൻപിലുള്ള ലക്ഷ്യം. ഇന്നലെ അന്വേഷണ സംഘം പാലക്കാടും അതോടൊപ്പം തന്നെ സാബിത്ത് തൃശ്ശൂരിൽ താമസിച്ചിരുന്ന വീട്ടിലുമെല്ലാം പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാബിത്തിന്റേത് എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന മൊഴി തന്നെയാണ്. 20 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 19 ഉത്തരേന്ത്യക്കാരുണ്ട്. അതിൽ ഒരാൾ മലയാളിയാണ്. വൃക്ക ദാനം അല്ലെങ്കിൽ വൃക്ക കച്ചവടവുമാണ് പ്രധാനമായും സാബിത്ത് നടത്തിയിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഒരുപക്ഷെ ഈ കേസ് അന്വേഷിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. എസ്.പിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. വേണു, ശരി, അവയവക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.